ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ പൊരിക്കാതെ അതുപോലെ തന്നെ സവാള ഒന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് നമുക്കൊരു പൊടി തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കല്ലിലൊക്കെ ഇട്ടൊന്ന് കുത്തി എടുത്താലും മതി. അപ്പോൾ ഇതിനായി നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത മസാല പൗഡർ മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ വിതറി കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിതിലേക്ക് ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 to 2 or 3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം 3 ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാഗി ക്യൂബ് നമ്മുടെ ചിക്കനിൽ എല്ലാ വശത്തേക്കും ആകുന്ന രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 6 ടീസ്പൂണ്, അതായത് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ റൈസ് ഒന്ന് തയ്യാറാക്കി വെക്കുന്ന നേരം മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പം നമുക്കൊരു ക്യാപ്സിക്കൻ എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് സവാള ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ സ്പ്രിംഗ് ഒനിയനാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ഒനിയൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു മന്തി നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയായി കഴിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മന്തിൻ്റെ റെസിപ്പി കിട്ടിയത് മുതൽ ഇതേ രൂപത്തിൽ തന്നെയാണ് എപ്പോഴും മന്തി വെക്കാറുള്ളത്. അപ്പം നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് ഒരു 2 or 3 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കാം. ഇതിൻ്റെ വൈറ്റ് കളറ് പോകുന്നത് വരെയാണ് നമ്മൾ കഴുകിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കി വെള്ളമൊക്കെ തിളച്ച് വരുന്നത് വരെ മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ചൂടായ ചെമ്പിലേക്ക് ഏകദേശം ഒരു 350 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകാണ്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്യാതെയാണ് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ 2 or 3 കഷ്ണം പട്ട, അതുപോലെ തന്നെ 5 or 6 ഗ്രാമ്പു, 3 or 4 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാഗി ക്യൂബാണ് ചേർക്കേണ്ടത്. 1 or 2 മാഗി ക്യൂബും ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ അരിയുടെ ഇരട്ടി തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബ് ചേർത്തത് കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യാതെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, പെട്ടെന്ന് കൂടിപ്പോവും. എന്നിട്ട് ഇത് തിളക്കാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഈ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെമ്പനെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല തിരുമ്മി വെച്ച ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസ് തയ്യാറായി വരുന്ന ടൈം കൊണ്ട് തന്നെ ചിക്കനും തയ്യാറായി വരണം. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഇത് രണ്ടും ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ അടച്ച് വെച്ച ശേഷം ഇതിൽ ഇതുപോലെ വെള്ളം പൊടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ടൈം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് തയ്യാറാക്കാനുള്ള വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിലെപ്പോഴും ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് വേണ്ടത്, എങ്കിലുള്ളൂ റൈസിൽ ഉപ്പുണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസും ചിക്കനും ഒരേ ടൈമിൽ വേവുന്ന രൂപത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനിൽ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനും റൈസൊക്കെ ഏകദേശം ഒരു 1/4 വേവ് ഇതിൽ കടന്ന് വേവണം. ബാക്കി നമുക്ക് ദമ്മിട്ടുകാണ്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 10 മിനിറ്റ് നമുക്കിതിൽ ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ റൈസ് ഒന്നും വേറൊന്നുമില്ല, നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസും ചിക്കനൊന്നും സെപ്പറേറ്റ് ആയി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് റൈസ് വേറെ ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിവശത്ത് കുറച്ച് റൈസ് ഉള്ളത് ഈ ചിക്കനിൽ കൂട്ടി ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സർവ് ചെയ്യുന്ന ടൈമിൽ റൈസ് കുറച്ചെടുത്ത് ഈ ഒരു റൈസും മസാലയും കൂടെ ചിക്കനും കൂടെ കൂടിയത് മുകളിലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു മസാലയാണ് ഈ റൈസിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.